നീലാകാശവും പാടങ്ങളും പച്ചപ്പും തോടും സായാഹ്ന സൂര്യനും തുടങ്ങി കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകൾക്കൊപ്പം തിരുവല്ലയിലെ വേങ്ങൽ വേളൂർ മുണ്ടകത്ത് ഉല്ലസിക്കാൻ പാർക്കും ഒരുങ്ങുന്നു. സഞ്ചാരികൾക്ക് ആവേശം പകരാൻ പെരിങ്ങര പഞ്ചായത്താണ് 3-ാം വാർഡിലെ വേളൂർ മുണ്ടകം പ്രദേശത്ത് പാർക്ക് സജ്ജമാക്കുന്നത്. വിദൂര കാഴ്ചയുള്ള പാടശേഖരങ്ങൾക്ക് നടുവിലൂടെയുള്ള വഴിയോരങ്ങളിൽ ഇരുവശത്തും ഇരിപ്പിടങ്ങളും നാടൻ ഭക്ഷണശാലകൾ, കുട്ടികൾക്ക് കളി ഉപകരണങ്ങൾ, ജിംനേഷ്യം, തണൽ മരങ്ങൾ, ന്യൂ മാർക്കറ്റ് കനാലിലൂടെ ബോട്ട് യാത്ര നടത്താനുള്ള സൗകര്യങ്ങൾ എന്നിവയാണ് ഇവിടെ ടൂറിസ്റ്റുകളെ കാത്തിരിക്കുന്നത്. റോഡിന്റെ വശങ്ങളിലെ ചാരുബെഞ്ചുകൾക്ക് ചുറ്റും തണലേകാൻ വൃക്ഷങ്ങളും നട്ടുപിടിപ്പിക്കും. അറിഞ്ഞും പറഞ്ഞും കേട്ട് കുടുംബസമേതം നിരവധി ആളുകളാണ് ഇവിടേക്ക് ദിവസവും എത്തുന്നത്. MC റോഡിനെയും തിരുവല്ല കായംകുളം റോഡിനെയും ബന്ധിപ്പിക്കുന്ന ഇടിഞ്ഞില്ലം കാവുംഭാഗം റോഡിൽ വേങ്ങൽപ്പള്ളിക്ക് സമീപത്തു നിന്നാണ് വേളൂർ മുണ്ടകം ഭാഗത്തേക്ക് പോകേണ്ടത്. പാടശേഖരങ്ങൾക്ക് നടുവിലൂടെ 5 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച റോഡാണ് ഇവിടേക്കുള്ള ഏക ആശ്രയം. റോഡും തോടും സമന്വയിച്ച് കടന്നുപോകുന്ന റോഡ് മുണ്ടകം ഭാഗത്ത് അവസാനിക്കും. അതിനാൽ തിരികെ പോകേണ്ടതും ഈ വഴിയിലൂടെ തന്നെയാണ്. സെൽഫി പോയിന്റ്, വൈദ്യുതി അലങ്കാര വിളക്കുകൾ ഉൾപ്പെടെയുള്ള മറ്റു സൗകര്യങ്ങൾ കൂടി ഇവിടെ ഒരുക്കി ടൂറിസ്റ്റ് സങ്കേതമാക്കുമെന്ന് പെരിങ്ങര പഞ്ചായത്ത് പ്രസിഡന്റ് എബ്രഹാം തോമസ് പറഞ്ഞു. പ്രകൃതിരമണീയമായ ഈ വേളൂർ മുണ്ടകം പ്രദേശത്ത് പെരിങ്ങര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഇവിടെ ധാരാളം ആളുകൾ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു പാർക്കായി രൂപപ്പെടുത്തണമെന്ന് കമ്മിറ്റി ഒരു തീരുമാനമെടുക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് നമ്മളിവിടുത്തെ പാർക്കിൻ്റെ ഒരു സംവിധാനം ഒരുക്കി കൊച്ചുകുട്ടികൾക്ക് കളിക്കാനുള്ള ഉപകരണങ്ങൾ, അതോടൊപ്പം തന്നെ പ്രായമുള്ളവർക്ക് ഉള്ള ജിംനേഷ്യം, അതുകൊണ്ട് തന്നെ ഇരിപ്പിടങ്ങൾ, കൂടാതെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട ഭക്ഷണശാലകളൊക്കെ ഇപ്പം ക്രമീകരിച്ചിട്ടുണ്ട്. അവധി ദിനങ്ങളിലും അതുകൊണ്ട് തന്നെ ശനി ഞായറിന് ധാരാളം ജനങ്ങളിവിടെ എത്തിച്ചേരുന്നുണ്ട്. നമ്മളിവിടെ ഹാപ്പിനെസ് പാർക്ക് എന്ന് തന്നെ പറയുവാൻ കാരണം ഇവിടെ വരുന്നവർ ഇപ്പോൾ എല്ലാവരും ഹാപ്പിയായി തന്നെ തിരിച്ചു പോകണം. അതുകൊണ്ടാണ് ഈ പാർക്കിന് ഹാപ്പിനെസ് പാർക്ക് എന്ന് തന്നെ പേരിട്ടിരിക്കുന്നത്. തുടർന്ന് അനേകം പ്രവൃത്തികൾ ഇനിയും ചെയ്യാനുണ്ട്. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ബോട്ടിങ്ങിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ തന്നെ ചെയ്യുന്നുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിവിധ രീതിയിൽ ചില പ്രവർത്തനങ്ങൾ ഇവിടെ ഇനി ചെയ്തു തീർക്കാനുണ്ട്. കൂടാതെ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു ഓപ്പൺ സ്റ്റേജ് നിർമ്മിക്കുകയും ഹാപ്പിനെസ് ഡേ, എല്ലാ മാസവും ഒരു ഹാപ്പിനെസ് ഡേ നടത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം, അത് സേവ് ദ ഡേറ്റ്, അതുപോലെ തന്നെ ബർത്ത്ഡേ പാർട്ടി, മറ്റുള്ളതൊക്കെ ക്രമീകരിക്കാനുള്ള സജ്ജീകരണങ്ങളുടെ പഞ്ചായത്ത് ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതോടുകൂടി നമുക്കിവിടെ ബൃഹത്തായ ഒരു സംരംഭമാക്കി മാറ്റിയെടുക്കാൻ കഴിയും. എല്ലാവർക്കും ഈ പ്രദേശത്തെ കടന്നു വന്ന് നല്ല രീതിയിലുള്ള ഒരു ഹാപ്പിയായിട്ട് പോകുന്നതിനുള്ള ക്രമീകരണമാണ് പഞ്ചായത്ത് സജ്ജീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ ഓരോ ദിവസവും നിരവധി ആളുകളാണ് ഈ പ്രദേശത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യത്തിൻ്റെ അർത്ഥം പഞ്ചായത്ത് പ്രത്യേക പദ്ധതികളാണ് ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം മനോഹാരിതയ്ക്കും ഈ റോഡിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി കയർ ഭൂവസ്ത്രത്തിനിടാൻ പ്രത്യേക പദ്ധതി തയ്യാറാക്കി. അതിനുശേഷം പോസ്റ്റുകളെല്ലാം ഇട്ട് സ്ട്രീറ്റ് ലൈനും വഴിവിളക്കൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ ഈ തോട് നവീകരിച്ചുകൊണ്ട് തന്നെ പെഡൽ ബോട്ടുകൾ സജ്ജീകരിക്കുന്നുണ്ട്. ഇവർക്ക് ആവശ്യമായ യാത്ര ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജിംനേഷ്യവും കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്രദേശത്ത് നിരവധി തൊഴിലവസരങ്ങൾ കൂടെ സൃഷ്ടിക്കാനുള്ള സാഹചര്യമുണ്ട്. അത് പഞ്ചായത്ത് അവരെല്ലാം തന്നെ പ്രൊമോട്ട് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. വലിയ പ്രകൃതിയെ സ്നേഹിക്കുന്ന നിരവധി ആളുകൾ ഇവിടെ കടന്നു വരികയും ശുദ്ധമായ വായു ശ്വസിക്കുകയും ഈ കാഴ്ചകളൊക്കെ കാണുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും അവധി ദിവസമായ ശനി ഞായറുമൊക്കെ നിരവധി ആളുകളാണ് ഈ പ്രദേശത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഫാമിലിയായിട്ട് വന്നിട്ട് എൻ്റെ പേര് ഷിജു എന്നാണ്. ഞാൻ മല്ലപ്പള്ളിയിൽ നിന്ന് വരികയാണ്. ഇവിടം ഞാൻ ഈ ന്യൂസിൻ്റെ അകത്തൂടെ കണ്ടു, അതിനെ ബേസ് ചെയ്ത് വന്നതാണ്. നല്ല ഒരു ഈവനിങ് ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് നല്ലൊരു അന്തരീക്ഷമാണിത്. നല്ലൊരു ക്ലൈമറ്റും നല്ല ആംബിയൻസാണ്.